ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാർ തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ന്യൂജൻ കാറ്, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താനിവനോ, മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പോൾ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ, യാരടാ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഗോവയിൽ സർക്കിട്ടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് വീട്ടിൽ നിന്ന് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദിന്റെ കുഞ്ഞെൻ്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ബൈ പറയരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, സി യു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദിന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 850 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റായിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്, സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, ഇന്നിവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ ഡബിങ് ആർട്ടിസ്റ്റാണ്, ലിറിസിസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലി ഉണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണി ഉണ്ട്, ഇവരൊക്കെ വിളിക്കും, അനൂപ്. പിന്നെ ഇതിൽ ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കിൽ, അത് സഞ്ജയ് ബോവിയിലെ സഞ്ജയാണ്. അത് മുമ്പിൽ ഒന്നിരാ ഇവിടെ ഇരിപ്പുണ്ട്, വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം സഞ്ജയും ഞാനും സുരേഷും കൂടെ ഒരുമിച്ചിരുന്ന് എത്രയോ രാത്രികളും പകലുകളും ഇരുന്നിട്ടാണ് എൻ്റെ സൺഡേ ഹോളിഡേയിൽ ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെപ്പോലത്തെ ഒരു ആള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് ആറ്റ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതി അപ്പൊ ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല, ആൾക്കാർ തേപ്പുകാരി എന്ന് വിളിക്കും. പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റു, മറ്റ് ഭാഷകളിലേക്ക് പോയി. മലയാളത്തിന്റെ അഭിമാനമായ അല്ലേ, ടച്ച് വുഡ് എന്ന് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്, ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ തന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ വൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ, നമ്പർ തന്നൂടെ? ഞാൻ പറഞ്ഞു ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവന്റെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എൻ്റെ നാട്ടിൽ നിന്നാണ്. എൻ്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രോഡിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റ് നിന്നാ കാണായിരുന്നു പേട്ട. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കുകയാണേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ജയസൂര്യയും കൂടെ 2001-ലോ 2-ലോ മറ്റോ ആണ് പാലക്കാട്ട് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഒരു 10,000-3000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല.
പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരായിരുന്നു കുറച്ച് കാലത്തേക്കെങ്കിലും. അന്ന് മുതൽ എൻ്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ദ വൺ ആൻഡ് ഓൺലി സജീവ് നായർ. എണീറ്റ് നിന്നാൽ കാണാം സജീവേട്ട. ആഡ്ലക്സിൽ കഴിഞ്ഞ പ്രാവശ്യം റൈസപ്പിൽ വന്നപ്പോൾ 10,000 പേര് അങ്ങ് അറ്റം വരെ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആ കൊടുത്ത് ഞാനും ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലുമൊക്കെ പേരെടുത്ത് പറയാൻ പറ്റും, സോറി പറഞ്ഞേ പറ്റൂ, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത് എനിക്ക് ചിദംബരത്തിന്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിതോടെ ഉണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമൻ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയി, നമ്മളെല്ലാവരും പോലെ തന്നെ. അപ്പൊ ബാലന്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലന്റെ പ്രിവ്യൂവിനെ വിളിച്ചു, കഴിഞ്ഞു. ഈ കക്ഷിയെ ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. ബാലന്റെ ഗെറ്റപ്പ് അല്ലാതെ ഫർസാനയെ നമ്മൾ ഇന്നിവിടെ കാണാം. ഒത്തിരി മീഡിയയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി വന്ന ഫർസാനയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. സ്വാഗതം ചെയ്യുന്നു. seeking the presence of Mr. Suresh sir as well. സ്വാഗത പ്രസംഗത്തിൽ ജസ്റ്റ് ജോയ് സാർ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പാട്ട് കേട്ടതിന്റെ കഥ. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു മജീഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സംഗീതം കൊണ്ട് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച, പ്രണയത്തിൽ ആഴ്ത്തിയ, നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള മജീഷ്യനാണ്. And now, ladies and gentlemen, the magician of the film, let us give a big hand to welcome the one and only Govind Vasantha. നിറഞ്ഞ കൈയ്യടി നൽകിയതാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The stage is almost set, but now here comes the very important part. Stage ഇപ്പോഴും incomplete ആണല്ലേ. And now we have to make it picture perfect. And for that, here I am gonna welcome a star who is also a favorite boy next door in the Malayalam film industry. ഒരുപക്ഷെ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമായി, ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ സ്വന്തം ആസിഫിക്ക. Like I said in the beginning, അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമുക്ക് ഓൺ സംസാരിക്കാം. And now, ladies and gentlemen, with a big round of applause, let us welcome the very own ആസിഫിക്ക, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. He is here, and now I think it's time for us to directly move to the title launching ceremony. എല്ലാവരുടെയും സാന്നിധ്യം കാംക്ഷിച്ചുകൊണ്ട് തന്നെ ടൈറ്റിൽ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. So we can move to both sides so that everybody will get a good view at what is coming up next on the floor. So ladies and gentlemen, are you all ready? Camera team, media team, are you all ready to capture this? If yes, here we go. We can have a countdown, അല്ലേ? ഒരു കൗണ്ട്ഡൗണിന് ശേഷം നമ്മൾ 1 and here we go. There we go, ladies and gentlemen. കോട്ടയം ബെൽറ്റ്. നമ്മളെ ഏറ്റവും ആകാംക്ഷ സ്മൈൽ, എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടരട്ടെ. With that smile, let's pose for the picture. ഇവിടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് every one of them, all of them are giving us a promise. So അതുകൊണ്ട് തന്നെ let us very eagerly wait for the release of